നമ്മൾ നനചേമ്പൊന്ന് കളയ്ക്കുവാണേ. നന്നായിട്ട് മൂത്ത് തണ്ട് പഴുത്ത് നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. മൂന്നാമത്തെ ചൂടാണ് പറിക്കാൻ പോണത്. 6 മാസത്തെ മൂപ്പാണ് ഇതിനുള്ളത്. നമ്മളിത് 6 മാസം മുമ്പ് നട്ടതാണ്. പാത്രം എടുത്ത് കൊടുക്കാം. വിത്ത് നേരത്തെ കളച്ചെടുക്കേണ്ടതായിരുന്നു. അതാ മണ്ണ് കുടഞ്ഞ് കളയണം. നല്ല മണ്ണ്, മഴ ആയതുകൊണ്ട്, മഴക്കാലം ആയതുകൊണ്ട് നല്ല മണ്ണ് പിടിച്ചിട്ടുണ്ട്. ബോലു ബാ. നമ്മളിത് 3 ചുവട് ഇപ്പോൾ പറിച്ചേ. 3 ചുവട് വിത്താണ് ഇപ്പോൾ നമ്മൾ പറിച്ചിരിക്കുന്നത്. എന്താ 3 ചുവടാണ്. ഇവിടെ ഇപ്പം മഴയാണ്. 3 ചുവട് വിത്താണ് കാണുന്നത്. നമുക്ക് അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കണം. നമ്മളതിൻ്റെ വേരുകളെല്ലാം ഇതുണ്ടോ, വേരുണ്ട്, ഇതുണ്ട്, നിറച്ച് വേരുണ്ട് ഈ വിത്തിന്. ഈ ചേമ്പിൻ്റെ പ്രത്യേകത ഏതാ ഇതുണ്ടോ. അപ്പോൾ ഇത് വേരെല്ലാം പറിച്ച് നമ്മൾ കഴുകിയെടുക്കണം, മണ്ണൊക്കെ കളഞ്ഞ്. നമ്മൾ മഞ്ഞക്കപ്പ നട്ടിട്ട് കപ്പ നമ്മളെ തോപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇതുകൊണ്ടോ മഞ്ഞക്കപ്പയാണ്, ഉള്ളു നല്ല മഞ്ഞ കളറ്. ഞാനത് മുറിച്ചിട്ട് കാണിച്ചു തരാം. വേരെല്ലാം പറിച്ചു. ഇതുകൊണ്ട് വിത്തെല്ലാം വാരി ഇവിടെ കൊണ്ട് വെച്ച് ഇച്ചിരി വെള്ളം തോർന്നെടുക്കണം. നനഞ്ഞ് മഴയല്ലേ, മൊത്തം നനഞ്ഞിരിക്കുക. കുറച്ച് കുറച്ച് എടുത്ത് വേവിക്കാം. ഉണ്ടോ നമ്മുടെ മഞ്ഞക്കപ്പ കണ്ടോ, മഞ്ഞ കളറ്. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, മഞ്ഞക്കപ്പ എന്നതിന് പറയുന്നത് കേട്ടോ. ഉണ്ടോ, ഇത് നമ്മൾ കുറച്ച് ചേമ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊരു പുഴുക്കുണ്ടാക്കുകയാണേ.